കണ്ണൂർ സ്റ്റൈലിലൊരെണ്ണം ഒരു കറി അടിച്ചു പൊളിച്ചൊരു കറി വെക്കാൻ പോവാണ്. ഒരു കണ്ണൂർക്കാരൻ്റെയാണ്. നിങ്ങൾ കണ്ടോണം. കറക്റ്റ് കണ്ണൂർ സ്റ്റൈലാണെന്നോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം. ഐറ്റംസാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു സവാള, കുറച്ച് കറിവേപ്പില, മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, 2 വലിയ കഷ്ണം അയില, കുറച്ച് തേങ്ങയും കൂടെ തേങ്ങാപ്പാലായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ, കണ്ടോണേ. കഴിഞ്ഞൊരു പാത്രം അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് അതിനകത്ത് 2-3 വെളിച്ചെണ്ണ, നല്ല സൂപ്പർ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ നാട്ടിന്നുണ്ടെന്നേ. അതിനകത്ത് 2 ഉലുവ പീസൊക്കെ അങ്ങോട്ട് ഇട്ട് അതൊക്കെ ഒന്ന് മൂത്ത് പൊട്ടും കരിയാതെ മൂത്ത് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ. മൂത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഇടും. ഇതൊക്കെ വൃത്തിയാക്കാൻ വെച്ച് പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബാച്ചലർ ലൈഫിൽ അറിയാമല്ലേ. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് ഇടുകയാണ്. അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി അതൊന്ന് നല്ല ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല പച്ചമണമൊക്കെ മാറ്റി എടുക്കണം. ചേരോട്ട് കിണ്ടിയാൽ പറ്റൂ. അങ്ങനെ അങ്ങോട്ട് കണുകുണാന്ന് കിണ്ടുകയാണ്. ഓക്കെ, നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക് അങ്ങോട്ട് തട്ടി അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ സവാളയൊക്കെ ഇടും. ഇത് കണ്ണൂർ സ്റ്റൈലാണ്. നമ്മുടെ പല സ്ഥലങ്ങളിലും പല സ്റ്റൈലൊക്കെയാണല്ലേ. കൊല്ലം, കണ്ണൂർ രണ്ടും എല്ലാം പല സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇത്തിരി ഉപ്പൂടെ അങ്ങോട്ട് തട്ടി. അപ്പം നമ്മുടെ എന്താ പറയുക, സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാ സാധനവും ഇട്ട് ഇനി ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ കാശ്മീരി ചില്ലി. മല്ലിയൊന്നും ഇടത്തില്ല കേട്ടോ. 2 പേരും മല്ലിയൊന്നും ഇടത്തില്ല. ഈ കണ്ണൂരും കൊല്ലവും തിരുവനന്തപുരം ഒന്നും മല്ലി അങ്ങനെ ഇടുന്നതായിട്ട് കാണുന്നില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ലൈനെ അങ്ങോട്ട് മൂപ്പിക്കണം. എല്ലാവരും പറയും നമുക്ക് പച്ചമണം, എന്നാൽ പച്ചമണം പോയാലേ ഒരു സുഖം വരത്തുള്ളൂ. അല്ലാണ്ട് പൊതുവെ ഇവരെന്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് അറിയത്തില്ല. എന്നാലും കറിവേപ്പില അങ്ങോട്ട് ലാസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തക്കാളിയും മാങ്ങയും എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ട് നല്ലപോലെ ഇളക്കി സ്യൂട്ടാക്കണം, സെറ്റപ്പാക്കണം. തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ അങ്ങോട്ട് ഇടണം. ഇച്ചിരി അടച്ച് വെച്ച് അതിനെ അങ്ങോട്ട് നല്ല മസാലയൊക്കെ ഒരു പരുവാക്കി വെക്കണം. എന്നിട്ട് വെള്ളം കുറച്ച് തിളപ്പിച്ച് അതിനകത്തൊഴിച്ച്, തിളച്ച വെള്ളമാണ് അതിനകത്തൊഴിച്ച് അതിനെ നല്ലോണം തിളയ്ക്കുന്നവരെ അങ്ങോട്ട് മാങ്ങയൊക്കെ ഒന്ന് വേവട്ടെ. വെന്ത് വരുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് വരും. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. തിളച്ച നല്ല മാങ്ങയൊക്കെ വെന്തൊരു പരുവായിട്ടുണ്ട്. ഇനി നമ്മുടെ അയില അങ്ങോട്ട് പറിക്കണം. അയില വേവാൻ 10-15 മിനിറ്റ് സമയം മതി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കൂടുതൽ സമയമൊന്നും വേണ്ട അയില അങ്ങോട്ട് വേവാനൊന്നും. ഒക്കെ നല്ലപോലെ അയിലയൊക്കെ ഒന്ന് തട്ടി കൂടുതലിട്ട് കിണ്ടിക്കഴിഞ്ഞാൽ അയിലയെല്ലാം മാറി അവസാനം മുള്ളു മാത്രമാവും. എന്നാലും ഇച്ചിരി ഉപ്പൂടെ, കുറച്ച് ഉപ്പൂടെ ഇട്ട് ഉപ്പ് ഇച്ചിരി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നോക്കട്ടെ കുറച്ച്. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കണം. നേരത്തെ കുറച്ച് തേങ്ങ കാണിച്ചില്ല. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് അതിലേക്ക് വെന്തിരിക്കുക. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ അതിനകത്തോട്ട് നല്ല സൂപ്പറായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് അത് നല്ല അങ്ങോട്ട് കുറച്ച് തിളച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് തെളിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഇച്ചിരി സവാള ഇച്ചിരി താളിപ്പ് പോലെ ഇച്ചിരി മൂപ്പിച്ച് അങ്ങോട്ട് ഇടണം. കൊച്ചായിട്ട് സവാളയോ കൊച്ചുള്ളിയോ കൈ കിട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ വെട്ടിയരിഞ്ഞ് അങ്ങോട്ട് ഇടുക. ഇത്തിരി നമ്മുടെ വെളുത്തുള്ളിയും ഇച്ചിരി സവാളയും കൂടിട്ട് മൂപ്പിച്ച് അതിനകത്തോട്ടൊരു താളിപ്പം പോലും ഇടാം. കാണാമല്ലേ. ഇച്ചിരി നല്ലപോലെ മൂക്കട്ടെ. നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ എടുത്ത് അതിനകത്തോട്ടം ഒഴിക്കാം. കറി സംഭവം കിടുവാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പുളിയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് കറി.